എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശി നയനയും ദേവയാനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മുത്തശ്ശി നയനയുടെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം നല്ല രക്തപ്രസാദമൊക്കെ ഉണ്ടല്ലേ, ഇപ്പം മോൾക്ക് ക്ഷീണമൊന്നും ഇല്ല എന്ന് പറയുമ്പം നയന പറയുവാണ്, അതെങ്ങനെ ക്ഷീണിക്കുന്നത്, മിനിറ്റിനാണ് എലിസബത്ത് ചേച്ചി ഓരോന്നുണ്ടാക്കി തരുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുമ്പം, അതുകൊണ്ടല്ലേ അദ്ദേഹം അവരെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നിങ്ങനെ പറയുമ്പം പെട്ടെന്ന് ദേവയാനി, അദ്ദേഹമോ, അതാരാ, അമ്മ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ദാമൂനിയാണ് എന്ന് പറയും. അന്നേരം ദേവേനി ചോദിക്കും, അതെന്തിനാ ദാമൂനി ഇത്രയും ബഹുമാനം അമ്മ കൊടുക്കുന്നത് എന്ന് ചോദിക്കുക. സാധാരണ അദ്ദേഹം എന്ന് അമ്മ വിളിക്കുന്നത് അച്ഛനെ അല്ലേ എന്നൂടെ ചോദിക്കുവേ. അന്നേരം മുത്തശ്ശി ഒന്ന് പതറും. എന്നിട്ട് പറയുവാണ്, അല്ല എലിസബത്തിനെ കൊണ്ടുവന്ന് ദാമു അല്ലേ, അതുകൊണ്ട് എനിക്ക് ദാമുവിനോട് ഭയങ്കര ബഹുമാനമാണ്, അതുകൊണ്ടല്ലേ മോൾ ഇതുപോലെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രക്ഷപ്പെടും. എന്നിട്ട് ദേവേനോട് പറയുവാണ് നയനയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു തരാൻ. അന്നേരം നയന ചോദിക്കും, മുത്തശ്ശി ഇപ്പോൾ ഈ ഇടയായിട്ട് കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ടല്ലോ എൻ്റെ, അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുവാണ്, മോളിപ്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമല്ലേ, അപ്പം ഓരോ സമയത്തും ഉണ്ടാകുന്ന ചേഞ്ചസ് ഫോട്ടോ എടുത്ത് വെക്കണം, അപ്പം നമുക്ക് പിന്നീട് അത് കാണാമല്ലോ എന്ന്. ഏതായാലും ദേവേനെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പ്രായത്തിൽ ഇതുപോലെ മൊബൈൽ അഡിക്ഷൻ വന്നാൽ മാറാൻ പാടാട്ടോ എന്നിങ്ങനെ പറയുമ്പം, ഓ അങ്ങനെ എനിക്ക് അഡിക്ഷനൊന്നുമില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അത് കഴിയുമ്പം ദേവേനി നയനോട് ചോദിക്കുന്നുണ്ട്, ആദർശിൻ്റെ അന്വേഷണമൊക്കെ എവിടെ വരെ എത്തിയ മോളെ എന്ന്. അന്നേരം നയന പറയും, ഏതോ ഒരു അജ്ഞാതൻ മറിഞ്ഞിരുന്ന് നമ്മളെ തകർക്കാൻ ശ്രമിക്കുവാമേ, മുത്തശ്ശൻ പറഞ്ഞ പോലെ തന്നെ, അത് ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇത് തന്നെയാണ് എല്ലാ പ്രാവശ്യവും പറയാറുള്ളത്. ഏതായാലും നമ്മളുടെ കുടുംബത്തെ ആരോ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മുത്തശ്ശനും പറഞ്ഞു എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു എന്ന് മൂന്ന് പേരോട് സങ്കടം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോരുന്ന മുത്തശ്ശി ആ എടുത്ത ഫോട്ടോസൊക്കെ മുത്തശ്ശന് അയച്ചു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശൻ അത് കണ്ടു കഴിയുമ്പോൾ ഫോൺ വിളിക്കും. എന്നിട്ട് മോളുടെ ഫോട്ടോസൊക്കെ കണ്ടോ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ, ആ എലിസബത്ത് വന്നതിന് ശേഷം മോളുടെ ക്ഷീണമൊക്കെ മാറി, അതേതായാലും നന്നായി എന്ന് പറയുവാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദൂരെ നിന്ന് നയന വരുന്നത് കാണുന്നത്. അന്നേരം മുത്തശ്ശി ഫോൺ വയ്ക്കും. അന്നേരം നയന ചോദിക്കും, ആരായിരുന്നു ഫോണിൽ, അതെന്താ പെട്ടെന്ന് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ അന്നേരം എൻ്റെ അനിയത്തിയുടെ മോൻ വിളിക്കും, അവനാ ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നേ എന്ന് പറയും. അന്നേരം നയന ചോദിക്കും, അങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ തരണ്ടേ, ഞാനിവിടെ സംസാരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അവൻ വലിയ നാണക്കാരനാന്നേ, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയം മാറ്റി പതിയെ അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരവും നയന മുത്തശ്ശനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ചെറിയ സംശയമൊക്കെ ഉണ്ട് കേട്ടോ നയനയ്ക്കിപ്പം, ഇനി മുത്തശ്ശനാണോ മുത്തശ്ശിയോട് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് എന്നൊരു ചെറിയ സംശയമുണ്ട്. അതുകൊണ്ട് മുത്തശ്ശന് എന്നോട് ഭയങ്കര ദേഷ്യമാണോ ഇപ്പോഴും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന എടുത്ത്. അന്നേരം മുത്തശ്ശി പറയും, ഏയ് മോളോട് അങ്ങനെ ദേഷ്യമൊന്നുമില്ല, പിന്നെ ആദർശിൻ്റെ പുറകെ ഇറങ്ങി പോകുന്നത് കൊണ്ട് ചെറിയൊരു പരിഭവമുണ്ട്, ദേഷ്യം മൊത്തം ആദർശിനോടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നെ കാണിക്കുന്നത് AN ജ്വല്ലറിയാണ്. അവർ വിഷുവിന് ടോപ്പിലെത്തി. മൂർത്തീസ് ജ്വല്ലറി 4ാം സ്ഥാനത്തേക്കോ 5ാം സ്ഥാനത്തേക്കോ ഒക്കെ കൂപ്പുകുത്തിപ്പോയി. അതിൻ്റെ ഒരു സന്തോഷ പ്രകടനത്തിന് അവർ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചേക്കുന്നു. എന്നിട്ട് കേക്കൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം ഡേവിഡ് ചോദിക്കുന്നുണ്ട്, ഈ കേക്ക് ആരാ മുറിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ എന്ന്. അന്നേരം അഭി പറയും, ഉറപ്പായിട്ടും ഇത് മുറിക്കുന്നത് മാളവികയായിരിക്കും, കാരണം മാളവിക കളക്ഷൻസ് ട്രെൻഡിങ്ങിലായതുകൊണ്ടാണ് നമുക്ക് വിഷുവിന് ഇതുപോലൊരു ഉയർച്ച ഉണ്ടായത്, അതുകൊണ്ട് മാളവിക തന്നെ മുറിക്കട്ടെ എന്ന് പറയുന്നു. അതൊന്നും നവ്യയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നവ്യ ഏതായാലും കട്ടക്കലിപ്പിലാണ്. നവ്യയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞു. നവ്യ ഇങ്ങനെ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ കൂടി എനിക്ക് അറിയാനുണ്ട്, അതറിഞ്ഞു കഴിയുമ്പോൾ നിന്നെ ഒന്നും വെറുതെ വിടില്ല ഞാൻ, എൻ്റെ ഹൃദയം കീറി മുറിക്കുന്ന വേദന സഹിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നവ്യ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്നിട്ടാണ് അവരുടെ കൂടെ ഒന്ന് ചിരിച്ച് നിൽക്കുന്നത്. ഏതായാലും അഭി ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഡേവിഡ് പറയുന്നുണ്ട്, ഇവിടെ ഈ ഒരു ഉയർച്ചയ്ക്ക് കാരണം മാളവിക തന്നെയാണ്, പക്ഷേ ഇന്ന് കേക്ക് മുറിക്കുന്നത് മാളവികയല്ല, അഭിയാണ്. അഭി ഇവിടെ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എങ്കിലും ഈ ഒരു ക്രെഡിറ്റ് അഭിക്കൂടെ അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് അഭി തന്നെ കേക്ക് മുറിക്കുക എന്ന് പറയും. അഭി എന്നല്ല കേട്ടോ പറയുന്നത്, അഭി സാറ് തന്നെ കേക്ക് മുറിക്കുക എന്ന് പറയുവാണ്. അന്നേരം അഭി ചോദിക്കുന്നുണ്ട്, സാർ എന്തിനാ എന്നെ സാറേ എന്ന് വിളിക്കുന്നത്, അത് എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുവാണ്, അങ്ങനെയൊന്നും ചെയ്യേണ്ട എന്ന് പറയുമ്പം, എനിക്കങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ എനിക്കറിയാം, അതുകൊണ്ട് അഭി സാറ് തന്നെ കേക്ക് മുറിക്കുക എന്ന് പറയും. അന്നേരം ഇങ്ങനെ മടിച്ചു നിൽക്കുക. അന്നേരം വീണ്ടും ഡേവിഡ് പറയുവാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യുക, ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് അങ്ങ് മുറിച്ചോ, അന്നേരം പ്രശ്നമില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് നവ്യയുടെ കൂടെ മുറിക്കാൻ പറയുന്നു. എന്നിട്ട് നവ്യ പറയും, വേണ്ട സാർ അഭി തന്നെ മുറിച്ചോട്ടെ, ഞാൻ മുറിക്കുന്നില്ല എന്ന് പറയുക. അന്നേരം അഭി നവ്യനെ നിർബന്ധിക്കും, വാ
നവ്യ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് മുറിക്കാം. കാരണം ഞാൻ AN ജ്വല്ലറിയിലേക്ക് വരാനുള്ള കാരണം നീയാണ്. അതുകൊണ്ട് നീയും എൻ്റെ കൂടെ വേണമെന്ന് പറയും. ഒന്നും മിണ്ടുന്നില്ല, നല്ല ദേഷ്യമുണ്ട് മുഖത്ത്. എങ്കിലും അഭിയുടെ കൂടെ നിന്ന് കേക്ക് മുറിക്കുന്നു. കേക്കിൻ്റെ ഒരു പീസ് എടുത്ത് നവ്യയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നവ്യ അപ്പോഴും ആകെ ഒരു വിഷമത്തോടെയാണ് നിൽക്കുന്നത്. അന്നേരം ഡേവിഡ് പറയുന്നുണ്ട്, ഈ കേക്ക് മുറിയിൽ നമ്മുടെ ആഘോഷങ്ങളൊന്നും തീരുന്നില്ല, നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വിധിച്ചു തരുമെന്ന്. അന്നേരം അഭി വീണ്ടും മാളവികയുടെ കാര്യം പറയുവാണ്. മാളവിക ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചത്. അതുകൊണ്ട് മാളവികയ്ക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാകും എന്നും പറയുമ്പം ഉറപ്പായിട്ടും മാളവികയ്ക്ക് നല്ലൊരു ശമ്പള വർധനവ് ഞങ്ങൾ തരുന്നുണ്ട് എന്ന് ഡേവിഡ് പറയുവാണേ. എന്നിട്ട് ഇതൊക്കെ കാണുന്ന നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, ഈ ഒരു കാര്യം കേൾക്കുമ്പം അവളേക്കാൾ ഏറെ സന്തോഷം തോന്നുന്നത് ഇവനായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം മാളവിക അവൾ ഇവൻ്റെ മനസ്സിലങ്ങ് കൊളുത്തി വലിച്ചിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുമുണ്ട് എന്നൊക്കെ ഇങ്ങനെ നവ്യ മനസ്സിലോർക്കുന്നുണ്ട്. ഏതായാലും എല്ലാവർക്കും ഇൻസെൻറ്റീവായിട്ട് ലാഭവിഹിതം വീതിച്ചു കൊടുക്കുമെന്ന് ഡേവിഡ് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂർത്തീസ് ജ്വല്ലറിയും ചെയ്യുന്നതായിരുന്നു. പക്ഷേ അവരെക്കാൾ ഏറെ തുക നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ എത്തിച്ചിരിക്കുമെന്നൊക്കെ ഡേവിഡ് പറയുന്നു. അതുപോലെ മൂർത്തീസ് ജ്വല്ലറിയെ തറ പറ്റിച്ചതിൻ്റെ ആഘോഷമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡേവിഡ് അങ്ങ് പോയി കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കണമല്ലോ. അതിനു വേണ്ടി മാളവിക അതെടുത്ത് ഇങ്ങനെ മുറിക്കാൻ തുടങ്ങുക. അന്നേരം നവ്യ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുവാണ് മാളവികയെ. അന്നേരം എന്താ ഇങ്ങനെ സീരിയസ് ആയിട്ട് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സീരിയസ് ആയിട്ട് നോക്കിയതൊന്നുമല്ല, ഏതായാലും അഭി വന്നതിന് ശേഷം ഇങ്ങനെ ഒരു ഉയർച്ച ഉണ്ടായല്ലോ ഈ കമ്പനിക്ക്, അതോർത്ത് ഞാൻ നിന്നതാണ്, വേറെ ഒന്നും എൻ്റെ മനസ്സിലില്ല എന്ന് നവ്യ പറയുന്നു. അന്ന് ഈ പറയുന്നതെല്ലാം ഇത്തിരി ഗൗരവത്തിലാട്ടോ. ഈ സമയം ഈ ചടങ്ങുകളെല്ലാം ഫോണിലൂടെ കാണുന്നുണ്ടായിരുന്നു നാഗേന്ദ്രനും അവന്തികയും കൂടി. നാഗേന്ദ്രന് ഭയങ്കര സന്തോഷം. കണ്ടോ, തലയെടുപ്പോട് കൂടി എൻ്റെ മകൻ അവിടെ നിൽക്കുന്നത് കണ്ടോ, അവൻ ഓർക്കുന്നുണ്ടാവും അവൻ എന്തിനാണ് ഇത്രത്തോളം പ്രിവിലേജ് ആ കമ്പനിയിൽ കിട്ടുന്നതെന്ന്. അവൻ അറിയത്തില്ലല്ലോ ആ കമ്പനിയുടെ യഥാർത്ഥ MD ആകേണ്ട ആൾ അവൻ തന്നെയാണെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പം, അതറിയിക്കാനുള്ള സമയം ആയില്ലേ അച്ഛൻ എന്ന് വയ്ക്കും. അന്നേരം ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം വിഷുവിന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നായിരിക്കും ഇങ്ങനെ കേക്ക് മുറിക്കുന്നത്. അന്ന് മിക്കവാറും മൂർത്തീസ് ജ്വല്ലറി അടച്ചുപൂട്ടിയ അവസ്ഥയിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവന്തിക പറയുന്നുണ്ട്, മൂർത്തീസ് ജ്വല്ലറി അടച്ചുപൂട്ടി എന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശൻ്റെ മരണത്തിന് തുല്യമായിരിക്കും. മുത്തശ്ശനത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം, അയാൾ മരിക്കണം, അയാൾ എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്നത്, എൻ്റെ ജീവിതം കശക്കി എറിഞ്ഞ ഒരു ദുഷ്ടനാണ് അയാൾ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മാളവിക പറയുവാണ്, ഇതിനിടയ്ക്കൊരു നാടകം കളിച്ചാണ് ഞാൻ നിൽക്കുന്നത്, ഇതെപ്പോൾ പിടിക്കപ്പെടും എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പം നാഗേന്ദ്രൻ പറയും, അങ്ങനെ പിടിക്കപ്പെട്ടാലും മോള് വിഷമിക്കുകയൊന്നും വേണ്ട, ഇന്ന് കേരളത്തിലെ നമ്പർ 1 ജ്വല്ലറി ഉടമയുടെ മകളാണ് മോള്, ഏതായാലും അത് കൂടി വരും, നമ്മൾ കേരളക്കരയെ അടക്കി വാഴും, നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. വിഷുവിന് ഒരുപാട് ലോസ് ഉണ്ടായതിൻ്റെ സങ്കടത്തിലാണ് എല്ലാവരും. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ ഒരു നഷ്ടത്തിൻ്റെ പേരിൽ അനിയുടെ MD സ്ഥാനം തെറിക്കുമോ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. അന്നേരം ദേവയാനി പറയും, അങ്ങനെ സംഭവിച്ചാലും അതിശയപ്പെടാനൊന്നുമില്ല, കാരണം ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അച്ഛൻ വിട്ടുവീഴ്ച ചെയ്യാറില്ല എന്ന്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജലജ വരും. എന്നിട്ട് പറയുവാണ്, ഏതായാലും അഭി AN ജ്വല്ലറി ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ എങ്കിലും അവിടെ നല്ല വളർച്ചയാണ്. അതിൻ്റെ സന്തോഷത്തിന് അവരവിടെ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അഭി ഏതായാലും ഭാഗ്യമുള്ളവനാണ് എന്ന് പറയുമ്പോൾ, അതിന് അവൻ അങ്ങോട്ട് പോയിട്ട് ഒരുപാട് ദിവസമൊന്നും ആയില്ലല്ലോ എന്ന് ജാനകി ചോദിക്കുന്നുണ്ട്. അന്നേരം ജലജ പറയുക, നിൻ്റെ മോൻ MD ആയിട്ട് ഇരുന്നിട്ട് കുറച്ച് ദിവസം ആയല്ലോ, എന്നിട്ട് എന്താ സംഭവിച്ചത്, മൂർത്തി ജ്വല്ലറി പിന്നെയും കൂപ്പൂത്തി പോവുകയല്ലേ ചെയ്തത്, ഏതായാലും ആദർശ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലൊരവസ്ഥ നമ്മുടെ ജ്വല്ലറിക്ക് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നല്ലൊരു ശമ്പളമാണ് അവർ അഭിക്ക് ഓഫർ ചെയ്തേക്കുന്നത്, നമ്മൾ സ്വപ്നം കാണാത്തൊരു തുക അവർ തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പൊക്കുമ്പം ദേവേനി ചോദിക്കുവാണ്, നിൻ്റെ മകനും മരുമകൾക്കും നല്ല ശമ്പളമുണ്ട്, ആ സ്ഥിതിക്ക് പുറത്തൊരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നതല്ലേ നല്ലത്, ഇവരൊക്കെ ഈ വീട്ടിൽ ഉള്ളതുകൊണ്ട് നമുക്കാണ് ടെൻഷൻ, കാരണം AN ജ്വല്ലറിയുടെ ചാരന്മാരാണ് വീടിനകത്ത് മൊത്തം, ഇവർ ഇവിടെ നടക്കുന്ന സംസാരം മൊത്തം അവിടെ അറിയിക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ജയം പറയുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന അച്ഛനാണ്, അച്ഛൻ ഇവർ ഈ വീട് വിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചേ പറ്റുള്ളൂ എന്ന്. അന്നേരം ജാനകി പറയുമോ, അച്ഛൻ പറയാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഇറങ്ങി കൊടുത്താലും കുഴപ്പമില്ല എന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അങ്ങോട്ടേക്ക് അനി വരും. അന്നേരം ജാനകി അനിയോട് പറയുവാണ്, നീ കമ്പനി കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന്. അന്നേരം അനി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്, ഞാൻ ശ്രദ്ധിക്കാതെ നടക്കുവാണോ, രാപ്പകലില്ലാതെ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും കമ്പനി താഴേട്ടു പോയിട്ടുണ്ട്
എങ്കിൽ ആ പണിക്ക് എന്നെ കൊള്ളില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ പുറത്ത് നിൽക്കുന്നുണ്ട്, അയാളെ MD ആക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അന്നേരം അത് കേട്ടോണ്ടാ മുത്തശ്ശൻ വരുന്നത്. അപ്പം മുത്തശ്ശൻ പറയും, ഏതായാലും നീ അത് ഓർത്ത് വിഷമിക്കേണ്ട, നിന്നെക്കൊണ്ട് കൊള്ളില്ല എന്ന് എനിക്ക് ബോധ്യമാകുന്ന നിമിഷം നിന്നെ ഞാൻ മാറ്റിയിരിക്കും, പുറത്തുനിന്ന് ആൾ അവിടെ വരികയും ചെയ്യും. നിന്നോട് പറഞ്ഞ കാര്യം നീ അങ്ങ് ചെയ്താൽ മതി. ഇപ്പം ഏതായാലും ഈ ഒരു വിഷുവിന് നമ്മൾ താഴെ പോകും എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, അതെല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വീഴ്ച കണക്കിലാക്കണ്ട, അടുത്ത വിഷുവിന് മുമ്പ് ഇതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള കഴിവ് നിനക്കുണ്ടാകണം, അല്ലെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുമെന്ന് പറയും. അന്നേരം കിട്ടിയ ചാൻസിന് ജലജ മുത്തച്ഛനോട് പറയുക, ഏതായാലും AN ജ്വല്ലറിയിൽ എൻ്റെ അഭി ചെന്നതിന് ശേഷം നല്ല ഉയർച്ചയാണ്, അവൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഇത് എന്ന്. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, അവൻ അങ്ങോട്ട് പോയിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ, ഒരാഴ്ച കൊണ്ട് ഒരു കമ്പനി ഉയർത്താനുള്ള കഴിവ് അവനുണ്ടോ? നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ബിസിനസ്സുകാരന് പോലും അത് പറ്റിയല്ല, പിന്നെയല്ലേ നിൻ്റെ മോന്. പിന്നെ നിൻ്റെ മോൻ അത്രയ്ക്കേറെ ഭാഗ്യമുണ്ടെങ്കിൽ ആ ഭാഗ്യം മൊത്തം അവർ AN ജ്വല്ലറിക്കാരങ്ങെടുത്തോട്ടെ, മൂർത്തീസ് ജ്വല്ലറിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നും പറയുന്നു. അതങ്ങ് ജലജയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ. പിന്നെയും കാണിക്കുന്നത് നവ്യയാണ്. നവ്യ അഭിയുടെ ക്യാബിനിലേക്ക് വരുന്ന സമയത്ത് അഭി ഭയങ്കര ചിന്തയിലാണ്. ചിന്തിക്കുന്ന മൊത്തം മാളവികയെക്കുറിച്ചാണ്. അഭിക്ക് മാളവികയെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അത് തന്നെ കാര്യം. ഏതായാലും നവ്യ അഭി എന്ന് വിളിച്ച് അകത്തോട്ട് കയറി ചെല്ലുമ്പോഴേക്കും അഭി പറയുക, നീ കണ്ടായിരുന്നോ ഡേവിഡ് സാറ് എന്നോട് പെരുമാറുന്ന രീതി, എന്ത് ബഹുമാനത്തോടെ എന്നോട് പെരുമാറുന്നേ, ഇടയ്ക്ക് എന്നെ സാറേന്ന് വരെ വിളിച്ചു എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഡേവിഡ് സാറിന് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല, എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ ഡേവിഡ് സാറിന് അറിയാമെന്ന്. എന്നിട്ട് അഭി പറയുവാണ്, ഞാൻ കേക്കൊക്കെ മുറിച്ചില്ലേ, ആ സമയത്ത് എനിക്ക് എന്നെ അഭിമാനമായിരുന്നു എന്നറിയാവോ, അവിടെ മൂർത്തീസ് ജ്വല്ലറിയിൽ അവന്മാരുടെ അധികാര പരിധിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്, അവരുടെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല എന്നൊക്കെ പറയുമ്പം നവ്യ ചോദിക്കും, നീ എന്തിനാ അതിനെപ്പറ്റി ഇനി ചിന്തിക്കുന്നത്, നിനക്കിപ്പം നല്ലൊരു പൊസിഷൻ കിട്ടിയില്ലേ, ഇനി ഇവിടെ നീ മര്യാദയ്ക്ക് പണിയെടുക്കാൻ നോക്കുക എന്ന് പറയുമ്പം, എടി നിന്നെപ്പോലൊരു ഭാര്യ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം സാധിച്ചത്, അല്ലെങ്കിൽ ഇതൊന്നും സാധിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് അങ്ങ് ചേർത്ത് നിർത്തുവാണ്. അന്നേരവും നവ്യയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, നവ്യയ്ക്ക് ഇത്തിരി ദേഷ്യമൊക്കെ മുഖത്തുണ്ട്. അഭിയുടെ മനസ്സിൽ അന്നേരവും മാളവികയാണ്, അവൾ ആൾ കൊള്ളാലോ എന്നോർത്താണ് നവ്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ. ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ കഥ.